ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഒരു മുറിവാണ് മാറാട്. ഇപ്പോൾ വീണ്ടും മാറാട് വാർത്തയാവുകയാണ്. അത് മറ്റൊരു ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ അയ്യപ്പ ഭജന മഠം അടിച്ചു തകർത്തിട്ടുണ്ട്, പൂർണ്ണമായി അടിച്ചു തകർത്തു. വിഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞു, വിളക്കുകൾ തകർത്തു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാറാട് എന്തോ ഒരു വലിയ ഗൂഢാലോചന മണക്കുന്നുണ്ട്. അവിടെ സ്വസ്ഥമായിട്ട് മനുഷ്യർ, പ്രത്യേകിച്ചും അരയ സമാജത്തിൽപ്പെട്ട ഹിന്ദുക്കൾ, അവർ മത്സ്യബന്ധനം ഉപജീവനമാക്കിയ വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ്. അവരാകെ എന്താ പറയണ്ടേ, അവർ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിരപരാധികളായ 8 മനുഷ്യരെ അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നു. നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തി. അസ്തമയ സൂര്യൻ്റെ ആ ചുവപ്പ് ആ മണ്ണിൽ രക്തമായിട്ട് വീണ്, മനുഷ്യരുടെ രക്തമായിട്ട് വീണ് പടർന്നു. ആ മാറാടിലാണ് ഇപ്പോൾ അതിദാരുണവും അങ്ങേയറ്റം ഗുരുതരവുമായ ഒരു കൃത്യം നടന്നിരിക്കുന്നത്. ഒരാൾ വന്നിട്ട് അവിടെ ഒരു അയ്യപ്പ ഭജനമഠം, ഒരു ഗുരുമന്ദിരം, അയ്യപ്പ ഭജനമഠം ഒക്കെയുണ്ട്. ആ ഭജനമഠം ആക്രമിച്ച് തല്ലി തകർത്ത് അതിനകത്തുണ്ടായിരുന്ന ആ അയ്യപ്പ വിഗ്രഹം തകർത്തു. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം അടിച്ച് തകർത്തു. അവിടെ ഉണ്ടായിരുന്ന ഹോമകുണ്ഡം, ഗണപതി ഭഗവാന് ദിവസവും ഹോമം നടത്തുന്ന ആ ഹോമകുണ്ഡം തകർത്ത് നശിപ്പിച്ചു. അതുപോലെ അവിടെ സ്ഥാപിച്ചിരുന്ന വിളക്കുകളെല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു. അങ്ങനെ തുടർന്ന് ഈ വ്യക്തി, ഞാൻ ആളിലേക്കൊക്കെ വരാം, ഈ വ്യക്തി അവിടുന്ന് അടുത്ത് കുറച്ചപ്പുറത്ത് മാറിയ ഒരു ക്ഷേത്രമുണ്ട്, ആലപ്പാട്. ഇത് കാണുന്ന പ്രേക്ഷകർ തന്നെ ചോദിക്കും, നമുക്കെന്താ ഭയമാണോ എന്ന്. ആ പേര് പേര് പറയാം. പേര് പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് പറയട്ടെ. ഈ ആലപ്പാട് ക്ഷേത്രം, അതിൻ്റെ ഗേറ്റുകൾ, ആ ഗേറ്റ് പൂട്ടിയിരുന്നതുകൊണ്ട് ആ ഗേറ്റ് ചവിട്ടി തകർത്തു. അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ഇതെല്ലാം ചെയ്ത പ്രതിയുടെ പേര് ഞാൻ പറയാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ്. കാരണം ഈ പ്രതിക്ക് മനോരോഗമുണ്ടെന്നാണ് പൊതുവെ പോലീസ് അടക്കം പറയുന്നത്. ഒരു മനോരോഗിയായ വ്യക്തിയുടെ വൈകൃതങ്ങളാണ് ഈ ചെയ്തു കൂട്ടിയതൊക്കെ എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്ന ഭാഷ്യം. ഇനി പറയാം ഈ വ്യക്തി ആരാണെന്ന്. ഇയാൾ സ്വയം ഞാൻ മുജാഹിദീൻ പ്രവർത്തകനാണ് എന്ന് പറയുന്ന നവാസ് എന്നൊരാളാണ്. ആ പ്രദേശവാസി തന്നെയാണ്. ഇയാൾ നേരത്തെ ചെന്നൈയിലൊക്കെ ആയിരുന്നു, കാറ്ററിംഗ് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദീൻ എന്നൊരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതിലേക്കും ഞാൻ വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഈ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം തകർത്ത കൂട്ടത്തിൽ അവിടെ ഒരു ഗുരുസ്വാമി ഉണ്ടായിരുന്നു. ആ ഗുരുസ്വാമിയെയും അതിക്രൂരമായി, അദ്ദേഹം രാവിലെ വയോവൃദ്ധനാണ്, വടി കുത്തിപ്പിടിച്ചാണ് ഇവിടേക്ക് വരുന്നത്, ഈ അയ്യപ്പ ഭജനമഠത്തിലേക്ക് വരുന്നത്. ആ അയ്യപ്പ ഭജനമഠത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം. അവിടുത്തെ ഗുരുസ്വാമിയാണ്, ഏറ്റവും പ്രായം ചെന്ന അയ്യപ്പസ്വാമിയുടെ ഭക്തനായ ഗുരുസ്വാമിയാണ് അദ്ദേഹം. ആ ഗുരുസ്വാമിയെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുത്തിപ്പിടിച്ച് നടക്കുന്ന വടി പിടിച്ചു വാങ്ങിച്ച് അദ്ദേഹത്തെ അടിച്ച്, കയ്യും കാലുമെല്ലാം അടിച്ച്, ഒടിവുണ്ടോ എന്നറിയില്ല. ആളിപ്പോൾ ബീച്ച് ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഗുരുതരമായിട്ട് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. കുറച്ച് നാൾ മുൻപായിരുന്നു ഈ ഗുരുവായൂരിൽ തുളസിത്തറ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഒരു മാനസിക രോഗിയായിരുന്നു, പോലീസ് പറഞ്ഞു. പിന്നീട് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നാം സംഘർഷത്തിൽ ഏർപ്പെട്ടപ്പോൾ കോഴിക്കോട് നിന്നും നമ്മുടെ INS വിക്രാന്ത് എവിടെയാണെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്ന് പറഞ്ഞ് ധാരണയിൽ ഒരാൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും പോലീസ് പറഞ്ഞു മാനസിക രോഗിയെന്ന്. ഇപ്പോൾ ഒരു അയ്യപ്പന്റെ വിഗ്രഹങ്ങൾ അടിച്ചു തകർക്കുകയാണ്, അതും മാനസിക രോഗിയാണ്. അതെന്താ കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ അങ്ങനെ നിരന്തരം മാനസിക രോഗിയായി പോകുന്നു? ഇവരൊക്കെ മാനസിക രോഗികളാണ്. ഇവരെയൊക്കെ പിടികൂടിയിരിക്കുന്നത് മതഭ്രാന്താണ്. ഇപ്പോൾ ആദ്യത്തെ സംഭവം ശ്രീജിത്ത് പറഞ്ഞത് എടുക്കാം. ഗുരുവായൂരിൽ തുളസിത്തറ നശിപ്പിച്ചത്, ഗുഹ്യഭാഗത്തെ രോമം വലിച്ചു പിഴുത് തുളസിത്തറയിലിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ആളിനെതിരെ കേസെടുത്തു. ഇപ്പോൾ ഹൈക്കോടതി അതിനെ എതിർക്കുന്നവർക്ക് മാനസിക രോഗമില്ല, അവർ പ്രതികളാണ്. പക്ഷെ ഹൈക്കോടതി ആളിന് ജാമ്യം കൊടുത്ത് പുറത്തു വിട്ടിട്ട് ഈ വ്യക്തിക്കെതിരെ കേസെടുക്കണമെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഇപ്പോൾ വളരെ കർക്കശമായിട്ട് ആ വ്യക്തി യാതൊരു മാനസിക രോഗവും ഉള്ളതായിട്ട് തോന്നുന്നില്ല. വളരെ കൃത്യമായിട്ട് ആളിനെ അറസ്റ്റ് ചെയ്ത് വലിയ ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തുന്ന ആൾക്കാണ് മാനസിക കേരള പോലീസിനെ സമ്മതിക്കും. അവിടെ സ്വന്തമായിട്ട് ഹോട്ടൽ നടത്തുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഇതൊക്കെയുണ്ട്. മാനസിക രോഗിക്ക് ഇതൊക്കെ ആകാം.
പിന്നെ തുളസിത്തറയിൽ ഗുഹ്യഭാഗത്തെ രോമം പിഴുതിടാം, തുളസിത്തറ നശിപ്പിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അതെന്താണ് ഈ ഹിന്ദു ചിഹ്നങ്ങൾ തിരിച്ചറിയാൻ ഇവർക്ക് മാനസിക രോഗമൊന്നുമില്ലേ? അവിടെയാണല്ലോ പ്രശ്നം. കാരണം എന്താ, തുളസിത്തറ, അയ്യപ്പൻ, അതെ, പിന്നെ നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന INS വിക്രാന്ത്, ഗുരുസ്വാമി, ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഹാലിളകും. അത് ഹാലിളകിയില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ ശ്രീജിത്തെ. എന്താ കാരണമെന്ന് പറയാം. വേശ്യാലയത്തിൽ പോകുന്നതിനേക്കാൾ പാപമാണ് ക്ഷേത്രത്തിലേക്ക് പിരിവ് കൊടുക്കുന്നത്, ക്ഷേത്ര ഉത്സവങ്ങൾക്ക് പിരിവ് കൊടുക്കുന്നത് എന്ന് പ്രസംഗിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ നാടാണിത്. ആ മുജാഹിദ് ബാലുശ്ശേരിയുടെ ശിഷ്യന്മാർക്ക് മതഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവർ ഇതൊക്കെ ചെയ്യും. അവരെ സംബന്ധിച്ച് വിഗ്രഹാരാധന ഏറ്റവും വലിയ പാപമാണ്, ഷിർക്കാണ്, ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, എനിക്കത് ചെയ്യണ്ട, എനിക്കതിൽ വിശ്വാസമില്ല, അതല്ല അവരുടെ നയം. അവർ കേരളത്തെ മുഴുവനും 10 വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ നിൽക്കുന്നയാളാണ് മുജാഹിദ് ബാലുശ്ശേരി. യൂട്യൂബിൽ ഇപ്പോഴും മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കിടപ്പുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ. ഞാനിത് വെറുതെ കള്ളം പറയുന്നതല്ല. മുജാഹിദ് ബാലുശ്ശേരിക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ ഈ നാട്ടിൽ നിന്ന് പറയാം 10 വർഷത്തിനകത്ത് നമുക്ക് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാം എന്ന്. ആരും മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു രോമത്തിൽ പോലും തൊടില്ല. ആ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുകയാണ് സംഗീതം ഏറ്റവും വലിയ ഹറാമാണ്, കൊള്ളരുതാത്തതാണ്, വൃത്തികെട്ട സാധനമാണ് സംഗീതം എന്ന് പ്രസംഗിക്കുകയാണ്. സംഗീതം പാട്ട് കേട്ടിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ്. യേശുദാസിൻ്റെ പാട്ട് കേട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. അതുപോലെ തന്നെ അമ്പലത്തിലെ ഉത്സവത്തിന്, ക്ഷേത്രോത്സവത്തിന് വന്ന് പിരിവ് ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് വേശ്യാലയത്തിൽ പോകുന്നതിനേക്കാൾ വലിയ പാപമാണ് എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ച ആളാണ് മുജാഹിദ് ബാലുശ്ശേരി. ആ മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ ഇപ്പോഴും, ആ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തേ ഈ കേരളത്തിൽ ഇത് ചോദിക്കാൻ, ഇത് അന്വേഷിക്കാൻ ഇവിടുത്തെ നിയമമില്ലേ? ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കുമ്പോൾ, ആ മതവിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെ, വികാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുമ്പോൾ, ഇവിടെ മതം അനുഷ്ഠിക്കാനും ആചരിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്. ഇതര മതസ്ഥനെ ആക്ഷേപിക്കാനും അവൻ്റെ മൃദുല വികാരങ്ങളെ വ്രണപ്പെടുത്താനും നമുക്കാർക്കും അധികാരം തന്നിട്ടില്ല. നമ്മുടെ ഭരണഘടന എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഹിന്ദുവിന് മാത്രം എന്തേ മതസ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ മാത്രം എന്തേ ഇങ്ങനെ ഇതര മതസ്ഥർ, ഇത് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ളവർ വളരെ വൃത്തികെട്ട രീതിയിൽ മോശമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? അപ്പോൾ ആ മുജാഹിദ് ബാലുശ്ശേരിയുടെ ശിഷ്യന്മാർ, നവാസും വിളിച്ചു പറഞ്ഞത് ഞാൻ മുജാഹിദാണെന്നാണ് പറഞ്ഞത്, ഞാൻ മുജാഹിദീൻ്റെ പ്രവർത്തകനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മുജാഹിദീൻ തന്നെ രണ്ടായിട്ട് പിരിഞ്ഞ് നദ്വത്തുൽ മുജാഹിദീൻ എന്നും ഒക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇവരുടെ എല്ലാ അടിസ്ഥാനം ഇതാണ്: ക്ഷേത്രങ്ങളെ ചീത്ത പറയുക, വിഗ്രഹാരാധനയെ ആക്ഷേപിക്കുക. ഈ ഹിന്ദുക്കൾ തന്നെ, ഹിന്ദുമതത്തിനുള്ളിൽ തന്നെ വിഗ്രഹാരാധനയെ വിശ്വസിക്കാത്തവരുണ്ട്, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവർ തമ്മിലൊന്നും ഈ സ്പർദ്ധയില്ലല്ലോ. അവർ തമ്മിൽ, ഒരു വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത കൂട്ടർ വിഗ്രഹാരാധകരെ ചീത്ത വിളിക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പിന്നെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, അദ്ദേഹം വിഗ്രഹാരാധനയെ ഒട്ടും തന്നെ സ്വീകരിച്ച്, ആലത്തൂർ സിദ്ധാശ്രമം, അദ്ദേഹം അതിൻ്റെ പേരിൽ വലിയ സ്കൂളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇപ്പോഴും ഉണ്ട്. വാഗ്ഭടാനന്ദൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. വാഗ്ഭടാനന്ദൻ വിഗ്രഹാരാധനയെ വളരെയധികം വിമർശിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹം ഒരു ചെറിയ പരിഹാസം പോലും അതിനെതിരെ ഉയർത്തിയിട്ടില്ല. അതൊക്കെ സൈദ്ധാന്തികമാണ്, ആശയപരമാണ്. അവിടെ ശ്രീനാരായണ ഗുരുദേവനും വാഗ്ഭടാനന്ദ ഗുരുദേവനും തമ്മിൽ ശാസ്ത്രാർത്ഥം നടന്നിട്ടുണ്ട്. വാഗ്ഭടാനന്ദൻ ആര്യസമാജത്തിൻ്റെ ആൾക്കാരുമായിട്ട് ഗുരുവായൂരിൽ വെച്ച് ശാസ്ത്രാർത്ഥം നടന്നിട്ടുണ്ട്. അതൊക്കെ അന്തസ്സുള്ളവർ, അറിവുള്ളവർ, ജ്ഞാനികൾ, വിദ്വാൻമാരാണ്. ഇതുപോലത്തെ വിവരക്കേട് വിളമ്പുന്നവരല്ല. ഇങ്ങനെ വിവരക്കേട് വിളമ്പുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെയൊക്കെ ശിഷ്യന്മാർക്ക് മതഭ്രാന്ത് പിടിക്കും. അവർ തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കും, അത് തച്ച് തകർക്കാൻ ശ്രമിക്കും, തച്ച് തകർക്കുകയും ചെയ്യും. ഹിന്ദുക്കൾ ഇങ്ങനെ കയ്യും കെട്ടി നോക്കിക്കൊണ്ടിരിക്കും. ഈ രാജ്യത്തെ നിയമം ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല. കാരണം അവരുടെ ഭരണമാണ്, മുജാഹിദുകളുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനത്തെ ആശ്രയം കോടതിയാണ്. നമുക്ക് ഈ മാറാടിലേക്ക് തിരിച്ചു വരാം. മാറാട് അങ്ങേയറ്റം ഈ രക്തം ചീന്തിയ ഒരു സ്ഥലമാണ് മാറാട്. അരയ സമാജത്തിലെ 8 മനുഷ്യരുടെ, 8 ഹിന്ദുക്കളുടെ ദാരുണമായ മരണത്തിന് കാരണമായ ഒരു സ്ഥലമാണ്, മരണം നടന്ന ഒരു സ്ഥലമാണ് മാറാട്. ആ 8 പേർ ചെയ്ത തെറ്റെന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ ഹിന്ദുക്കളായി പോയതാണോ, ഹിന്ദുമതത്തിൽ വിശ്വസിച്ചതാണോ, ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്നതാണോ, അതോ അവർ ഈ RSS എന്ന് പറയുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ പോയതാണോ അവരുടെ തെറ്റ്, അവരുടെ കുറ്റം?
അത് ഈ നാടിൻ്റെ കേരളത്തിൻ്റെ മനസാക്ഷിയാണ് അതിന് ഉത്തരം പറയേണ്ടത്. കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ഈ ചോദ്യത്തിന് മുന്നിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ സാധിക്കില്ല. ഇതിന് തീർച്ചയായിട്ടും ഒരു ഉത്തരം കിട്ടണം. ആ മാറാട് ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ സമാധാനം തിരിച്ചു വരാൻ ഒരു കൂട്ടർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇക്കാര്യത്തിൽ കോടതിയും നമ്മുടെ നിയമവും പോലീസും ഗവൺമെൻറ്റും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ 1921 വലിയ വംശഹത്യയ്ക്ക് നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. കയ്യും കെട്ടി നമ്മളും കഴുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നൊരവസ്ഥയിലേക്കാണ് ഈ മാറാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല. സ്ഥിതിഗതികൾ അത്ര മോശമാണ് മാറാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം തകർത്തു. നാളെ ആ തകർത്ത ആയുധം മനുഷ്യരെ മാറാടുള്ള ഹിന്ദുക്കളുടെ കഴുത്തിന് നേർക്ക് ഉയരില്ല എന്ന് എന്തുറപ്പാണുള്ളത്? നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണോ കേരളത്തിൽ? ഇതിനാര് സമാധാനം പറയും? പിണറായി വിജയൻ, ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയൻ ഇതൊന്നും കാണുന്നില്ലേ? മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയാൻ കഴിയുന്നില്ലേ എന്നാണ് ഇപ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ പോലും കേരളത്തിൽ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുന്ന ചോദ്യം. INS വിക്രാന്ത് ആയാലും മാറാടുള്ള അയ്യപ്പസ്വാമി ആയാലും അതുപോലെ തന്നെ മറ്റേത് സംഭവത്തിലായാലും ശരി, കുറ്റവാളികൾക്ക് തുളസിത്തറ നശിപ്പിക്കുന്നവനും മാനസിക രോഗമാണ്. കുറ്റവാളികൾക്ക് മാനസിക രോഗമാണ്. അവർ ചെയ്ത കുറ്റം ചൂണ്ടിക്കാണിച്ചാൽ അതിനെതിരെ കേസെടുക്കുന്ന ഒരു പോലീസാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇത് ഈ ഒരു പ്രവണത ഇത് അടിച്ചമർത്തിയില്ലെങ്കിൽ, ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഈ അവസരത്തിൽ സമാധാനകാംക്ഷികൾക്ക് പറയാനുള്ളത്. ഈ പറയുന്നത് പോലെ ഈ സമാധാനം ഒരു വൺ വേ അല്ല. അത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ ആ സമാധാനവും ശാന്തിയും ഉണ്ടാവുകയുള്ളൂ. ഒരു കൂട്ടർക്ക് മാത്രം സമാധാനവും മതേതരത്വവും ഒക്കെ പാലിക്കാനുള്ളതല്ല, എല്ലാവരും പാലിക്കാനുള്ളതാണ് മതേതരത്വവും സമാധാനവും ഒക്കെ. ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളിൽ കൈകടത്താതിരിക്കുക. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം, ആരും പരസ്പരം അത് ചോദ്യം ചെയ്യാനോ അതിനെ ആശയപരമായിട്ട് വിമർശിക്കാം, സൈദ്ധാന്തികമായിട്ട് അതിനെ സമീപിക്കാം, അതിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം. അല്ലാതെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും അതിനെ മോശപ്പെടുത്താനും വരുന്നത് അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. നാട് കുട്ടിച്ചോറാവും അതുകൊണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയൂ.